ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചാലക്കുടി പുഴയുടെ ഇടതുവശത്തുള്ള തുമ്പൂർമുഴിയെയും വലതുവശത്തുള്ള ഏഴാറ്റുമുഖത്തെയും ബന്ധിപ്പിക്കുന്ന മനോഹരമായ തൂക്കുപാലവും ചെക്ക് ഡാമുമാണ്. ഈ ഭാഗത്തെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഈ ചെക്ക് ഡാമിൻ്റെയും തൂക്കുപാലത്തിൻ്റെയും കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാലക്കുടി പുഴയുടെ ഇടതുവശത്ത് തുമ്പൂർമുഴിയും വലതുവശത്ത് ഏഴാറ്റുമുഖവുമാണ്. ഏഴാറ്റുമുഖവും സൈഡിൽ പ്രകൃതി ഗ്രാമവും തുമ്പൂർമുഴി സൈഡിൽ റിവർ ഗാർഡനും ഉണ്ട്. രണ്ട് സ്ഥലത്തും പ്രവേശന ഫീസുണ്ട്. ഇവ രണ്ടിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു മനോഹരമായ തൂക്കുപാലമുണ്ട്. ഈ രണ്ട് സൈഡിൽ എവിടെയെങ്കിലും പ്രവേശന ഫീസ് കൊടുത്ത് കയറിയാൽ മാത്രമേ ഈ തൂക്കുപാലത്തിൽ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. ഈ നമ്മുടെ ഏഴാറ്റുമുഖം ഭാഗത്ത് സാധാരണക്കാർക്ക് 20 രൂപയും കുട്ടികൾക്കും സീനിയർ സിറ്റിസണും 10 രൂപയും കാറിന് 30 രൂപയുമാണ് പ്രവേശന ഫീസ്. ഇതിൻ്റെ വീഡിയോയ്ക്കകത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഈ സ്ഥലത്തെ കാണിക്കുന്നുണ്ട്. ഏഴാറ്റുമുഖത്തെ പ്രവേശന ഫീസിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇതിനു മുമ്പത്തെ വീഡിയോ നോക്കുക അതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അവസാനത്തിൽ തുമ്പൂർമുഴിയുടെയും കാണിക്കുന്നുണ്ട്. ഏഴാറ്റുമുഖത്ത് എങ്ങനെ എത്തിച്ചേരാം? കൊച്ചി, തൃശ്ശൂർ അല്ലെങ്കിൽ സമീപ നഗരങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഏഴാറ്റുമുഖം റോഡ് വായുമാർഗങ്ങളിലൂടെ മികച്ച രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം ഏഴാറ്റുമുഖത്ത് നിന്ന് 23.8 കിലോമീറ്റർ അകലെയുള്ള കൊച്ചി അന്താരാഷ്ട്രീയ വിമാനത്താവളമാണ്. വിമാനത്താവളത്തിൽ നിന്ന് ടാക്സി വാടകയ്ക്കെടുത്ത് ഏകദേശം 41 മിനിറ്റിനുള്ളിൽ ഗ്രാമത്തിലെത്താം. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഏഴാറ്റുമുഖത്ത് നിന്ന് ഏതാണ്ട് 20 കിലോമീറ്റർ അകലെയുള്ള അങ്കമാലി റെയിൽവേ സ്റ്റേഷനാണ്. സ്റ്റേഷനിൽ നിന്ന് ടാക്സി വാടകയ്ക്കെടുത്ത് ഏകദേശം 34 മിനിറ്റിനുള്ളിൽ ഗ്രാമത്തിലെത്താം. കേരളത്തിലെ മനോഹരമായ ഗ്രാമപ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന NH 544, AH 45 എന്നിവ പിന്തുടർന്ന് നിങ്ങൾക്ക് ഏഴാറ്റുമുഖത്തേക്ക് പോകാം. കൊച്ചിയിൽ നിന്ന് ഏഴാറ്റുമുഖത്തേക്ക് ഏകദേശം 1 മണിക്കൂറും തൃശ്ശൂരിൽ നിന്ന് ഏഴാറ്റുമുഖത്തേക്ക് 1.5 മണിക്കൂറും എടുക്കും. കൊച്ചിയിൽ നിന്നോ തൃശ്ശൂരിൽ നിന്നോ അങ്കമാലിയിലേക്ക് ബസ്സിൽ കയറിയോ ടാക്സി വാടകയ്ക്കെടുത്തോ ഏഴാറ്റുമുഖത്തേക്ക് പോകാം. ഞാനിവിടെ പോയത് ഡിസംബറിലെ അവസാനത്തെ ശനിയാഴ്ചയാണ്. ചാലക്കുടി ആറ്റിൽ ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം വഴി നമുക്ക് ആറ്റിലിറങ്ങാം. വെയിലത്തെ കരിങ്കലിനിടയിലൂടെ ഒഴുകുന്ന തണുത്ത വെള്ളത്തിൽ മുങ്ങിക്കിടക്കാം. കൂടാതെ തണലേറ്റ് ഇളങ്കാറ്റ്, പക്ഷികളുടെ മധുരമായ ശബ്ദം കേട്ട് വിശ്രമിക്കാനുള്ള നിരവധി ഇരിപ്പിടങ്ങളും ഈ നദീതീരത്തുണ്ട്. ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിൽ ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേകമുണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങളുമുണ്ട്. വിവിധതരം ഊഞ്ഞാലുകൾ, കുട്ടികൾക്കുള്ള കളിയിടങ്ങൾ, ഫുഡ് കോർട്ട്, പാർക്കിംഗ് സൗകര്യം തുടങ്ങിയവയുണ്ട്. നദിയുടെ ചുറ്റുമുള്ള പച്ചപ്പിൻ്റെ മനോഹരമായ കാഴ്ചയും ഡാം വാഗ്ദാനം ചെയ്യുന്നു. ഇത് കണ്ണുകൾക്ക് ആത്മാവിന് ഒരു വിരുന്നാണ്. നിങ്ങൾക്ക് കാറ്റ് ആസ്വദിക്കാം, വെള്ളത്തിൻ്റെ ശാന്തമായ ശബ്ദം കേൾക്കാം. ഏഷ്യയിലെ ഏറ്റവും വലുതും അതുല്യമായ കാഴ്ചയുള്ളതുമായ അടുത്തുള്ള എണ്ണപ്പനത്തോട്ടവും നിങ്ങൾ സന്ദർശിക്കാം. ഞാനൊരു 4-5 തൂക്കുപാലം കണ്ടു. കാസർഗോട്ടെ ഭീമനടി, കട്ടപ്പന, അയ്യപ്പൻ കോവിൽ, മൂന്നാറിലെ മാങ്കുളം, പിന്നെ ഈ ഏഴാറ്റുമുഖം തുമ്പൂർമുഴി തൂക്കുപാലം. ഇതിൽ ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് തോന്നിയത് ഈ തൂക്കുപാലമാണ്. ഇതുകൂടാതെ ഇവിടെ ഒരു ചെക്ക് ഡാമും ഉണ്ട്. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഷോളയാർ മലനിരകളിലൂടെ ഒഴുകി ചാലക്കുടി പുഴയ്ക്ക് കുറുകെയാണ്. ഇതാണ് ചെക്ക് ഡാമിൻ്റെ വലതേ അറ്റെന്ന് പറയുന്നത്. ഒരു ഓൾമോസ്റ്റ് ഒരു ഈ കാണുന്നതാണ് ചെക്ക് ഡാം. ഒരു ഇംഗ്ലീഷിലെ അക്ഷരമാലയോട് സാമ്യം തോന്നുന്ന രീതിയിലാണ് ഈ ചെക്ക് ഡാം നിർമ്മിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ വേനൽക്കാലത്ത് തീരെ വെള്ളം പറ്റിപ്പോകാതെ അവിടുന്ന് മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം തടഞ്ഞു നിർത്തി ഈ രണ്ട് കരകളിലേക്കും 2 സൈഡിലും കനാലുകളുണ്ട്. ഇത് വലതുവശത്തെ കനാലാണ് അവിടെ കണ്ടത്. ഈ കനാൽ വഴി ജലസേചനത്തിനും എല്ലാമായിട്ട് ഇരു കരകളിലെയും വീടുകളിലേക്കും അവരുടെ കൃഷിയിടങ്ങളിലേക്കും ഒക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെക്ക് ഡാം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഷോളയാർ മലനിരകളിലൂടെ ഒഴുകുന്ന ചാലക്കുടി പുഴയ്ക്ക് കുറുകെയാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്.
നല്ല ഈ വളരെ രണ്ട് സൈഡിലും പിന്നെ നെറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ സേഫാണ്, ആരും അതിനകത്ത് പോകുകയില്ല. അതുപോലെ തന്നെ ഈ രണ്ട് സൈഡിലും ഈ രണ്ട് വലിയ കമ്പികൾ, വടം പോലെയുള്ള കമ്പികൾ രണ്ട് സൈഡിൽ ഇരു കരകളിലുള്ള വലിയ തൂണുകളുടെ മുകളിലൂടെ വലിച്ചു കെട്ടിയിട്ട് അതിലാണ് ഈ പാലം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. അതുപോലെ തന്നെ ആ രണ്ട് കമ്പികൾ കൂട്ടി പിന്നെ ഒരു ക്രോസ് കൊണ്ട് ബന്ധിപ്പിച്ചിട്ട് ആ ക്രോസിൻ്റെ നടുവിൽ നിന്ന് താഴോട്ട് കമ്പി തൂക്കിയിട്ടാണ് അതിലാണ് ഈ പിന്നെ പാലം തൂങ്ങിക്കിടക്കുന്നത്. ഈ പാലം കണ്ടപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മൾ ഓൾറെഡി കവർ ചെയ്ത ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിലെ ട്രക്കും പിന്നെ ബാക്കി 4 വീലറുകളല്ലാത്തതൊക്കെ എല്ലാം പോകുന്ന വലിയ ഒരു തൂക്കുപാലമാണ്. അത് ഇവിടെ ഒരു സൈഡിൽ 2 വലിയ വടവാണെങ്കിൽ അവിടെ ഒരു 50-60 വടമാണ് ഒരു സൈഡിൽ. അതുപോലെ രണ്ട് സൈഡിലും വടങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ ഇരു കരകളിലുള്ള വലിയ തൂണുകളിൽ ബന്ധിപ്പിച്ച് അത് ഇരു കരകളിലുള്ള സ്ഥലങ്ങളിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിനകത്തു നിന്നാണ് ഈ വടത്തിൽ നിന്നാണ് ക്ലിപ്പ് ചെയ്ത് താഴോട്ട് ഈ പാലത്തിലേക്ക് കണക്ട് ചെയ്തിട്ട് ഈ പാലം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. ഇതും വളരെ മനോഹരമായൊരു പാലമാണ്. അതുപോലെ തന്നെ ബുഡാപെസ്റ്റിലെ പോലെ തന്നെ ചെറിയ കുഞ്ഞാണെന്നേ ഉള്ളൂ. പുഴയിലൂടെ ഒഴുകി വരുന്ന വെള്ളം, ഈ ചെക്ക് ഡാം വരുന്ന വെള്ളം നദിയുടെ രണ്ട് സൈഡിലെയും കരകളിലെ ജലസേചനത്തിനും ഗ്രൗണ്ട് വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുമാണ് ഉപയോഗിക്കുന്നത്. ചെക്ക് ഡാം എന്ന് പറയുന്ന നദിയുടെ ഏതാണ്ട് പകുതി പൊക്കത്തിൽ കോൺക്രീറ്റ് കെട്ടിയുണ്ടാക്കിക്കൊണ്ട് മുന്നേ കാണുന്നതാണ് ഉണ്ടാക്കി വെള്ളം തടഞ്ഞു നിർത്തി നദിയുടെ ഇരു കരകളിലുള്ള ചെറിയ കനാൽ വഴി വെള്ളം കൊണ്ടുപോകാനുള്ള സംവിധാനമാണ്. മഴക്കാലത്തിന് ഇതിന് മുകളിൽ വഴി വെള്ളം കവിഞ്ഞ് നദിയിലോട്ട് താഴോട്ട് പൊക്കോളും. ഇതെല്ലാം നല്ല സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഇവിടുത്തെ കരിങ്കൽ പാറകൾ തന്നെയാണ്. നദിയിൽ വളരെ ഉയരത്തിൽ ഇതിനോട് ചേർന്ന്, ഈ ചെക്ക് ഡാമിനോട് ചേർന്ന് കരിങ്കൽ പാറകളുണ്ട്. നമ്മൾ ഈ ഒരു പാലത്തിൻ്റെ തൂക്കുപാലത്തിൻ്റെ ഏതാണ്ട് പകുതി സ്ഥലം പിന്നിട്ടിരിക്കുകയാണ്. അവസാന ഭാഗത്തോട്ടാണ് അടുക്കുന്നത്. അവധി ദിവസം ആയതുകൊണ്ട് നിറയെ ആൾക്കാരുണ്ട്. എല്ലാവരും ഇങ്ങനെ കണ്ട് ഒന്നിലെ അപ്പുറത്തെ സ്ഥലത്ത് തുമ്പൂർമഴി വന്നിട്ട് അവിടുത്തെ പിന്നെ ഇതെല്ലാം ബട്ടർഫ്ലൈ ഗാർഡനും ഒക്കെ സന്ദർശിച്ച് ബാക്കി അവിടുത്തെ ഫെസിലിറ്റീസ് എല്ലാം എൻജോയ് ചെയ്തിട്ട് നേരെ ഇവിടെ വന്ന് അങ്ങേയറ്റം വരെയും ഇതിൻ്റെ നമ്മുടെ ഈ പാലത്തിൻ്റെ അങ്ങേയറ്റം വരെയും ചെല്ലും. അവിടം വരെ പറ്റുള്ളൂ. അപ്പുറത്തേക്ക് കിടങ്ങളിൽ അവിടുത്തെ പാസ് വേറെ എടുക്കണം. അവിടം വരെ കണ്ട് തിരിച്ചു പോകുന്നതാണ്. ഞങ്ങൾ അതുപോലെ ഈ പറയുന്ന ഏഴാറ്റുമുഖത്ത് നിന്ന് കയറിയിട്ട് തുമ്പൂർമൊഴിയുടെ അറ്റം വരെ ചെന്നിട്ട് അവിടുന്ന് തിരിച്ചു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. പാലത്തിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്തോട്ട് നമ്മൾ അടുത്തു. നമ്മൾ തുമ്പൂർമൊഴി ഇടയാണ് ബോർഡുകളൊക്കെ ഇവിടെ കാണുന്നത്. ഇവിടെ നടയില്ല. തുമ്പൂർമൊഴിയുടെ അങ്ങോട്ട് നമ്മൾ നേരെ അതേ ലെവലിലാണ് ചെന്ന് കയറുന്നത്. അതേസമയം ഏഴാറ്റുമുഖം ഭാഗത്ത് നമ്മൾ താഴോട്ട് നടവഴി താഴോട്ട് ഇറങ്ങണം. ഇവിടെ ചെറിയ സ്റ്റെപ്പ് വഴി മുകളിലോട്ട് കയറുന്നത്. ഇതാണ് തുമ്പൂർമൊഴി ഗാർഡനിലെ പിന്നെ ബോർഡുകളും കാര്യങ്ങളൊക്കെ. ഇവിടെ അഡൾട്ടിന് 20, ചിൽഡ്രന് 15 അങ്ങനെ ഇതാണ്. കൂടുതൽ അപ്പുറത്ത് വേറെ കൂടുതൽ ഇതുള്ള ബോർഡുകൾ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഏഴാറ്റുമുഖത്തു നിന്നുള്ള അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. ഇത് തുമ്പൂർമൊഴി സൈഡിൽ നിന്ന് ഈ പാലത്തിനെ നമ്മളൊന്ന് നോക്കി കാണുന്നതാണ്. ഇതിൻ്റെ ഇടതുവശത്താണ് ആതിരപ്പള്ളി ഒക്കെ അങ്ങോട്ട് മുകൾ ഭാഗം. വലതുവശത്തേക്ക് ചാലക്കുടി താഴോട്ട് ഒഴുകുന്ന പുഴയാണ്. മുഴുവൻ ഈ പുഴയുടെ വലിയൊരു സവിശേഷത തന്നെ മുഴുവൻ ഈ കരിങ്കല്ലാണ്. തുമ്പൂർമൊഴിയുടെ ഭാഗങ്ങളാണ്. അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറാണ് അവിടെ കാണുന്നത്. അവിടെ നമുക്ക് ടിക്കറ്റ് വാങ്ങിക്കാം. ഈ ചാലക്കുടിയിൽ നിന്ന് ആതിരപ്പള്ളിയിലേക്ക് പോകുമ്പോഴാണ് ഈ തുമ്പൂർമൊഴി ആ സൈഡിലാണ്. ഇവിടെയുള്ള ഹാങ്ങിങ് ബ്രിഡ്ജ്, വാച്ച് ടവർ, ബട്ടർഫ്ലൈ ഗാർഡന്, ചിൽഡ്രൻസ് പാർക്ക്, റെസ്റ്റോറൻറ്റ് ആൻഡ് ടോയ്ലറ്റ്, ഈ സൗകര്യങ്ങളൊക്കെയാണ് ഈ തുമ്പൂർമൊഴിയിലുള്ളത്.
ഞാൻ മൊബൈൽ ക്യാമറയിലാണ് പകർത്തിയത്. മറ്റേ സ്റ്റിൽ ക്യാമറയും വീഡിയോഗ്രാഫിക്കും ഒക്കെ 100,000 രൂപയൊക്കെയാണ്. നമുക്ക് ഇവിടം വരെ പറ്റുള്ളൂ, അപ്പുറത്തേക്ക് കയറാൻ മേല, വേണേൽ വേറെ പാസ് എടുക്കണം. പക്ഷെ നമ്മുടെ വണ്ടി അപ്പുറം കിടക്കുന്നതുകൊണ്ട് പാസ് എടുത്ത് അങ്ങനെ അതിലൂടെ പോകാനും പറ്റത്തില്ല. ഇതാണ് മുകളിലെ ആതിരപ്പള്ളി എന്നുള്ള ഭാഗം. അവിടെയാണ് ആ തടയണ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ആ നദിയിൽ നിന്നുകൊണ്ട്, നദിയുടെ നടുക്ക് നിന്ന് ഈ പാലത്തെ നോക്കി കാണുന്നതാണ്. അടുത്ത വീഡിയോ ഇവിടുത്തെ എണ്ണപ്പാനത്തോട്ടവും നമ്മുടെ ഈ ഏഴാറ്റുമുഖം ഭാഗം വഴി പോകുമ്പോഴത്തേനും 2-3 വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. ആ വ്യൂ പോയിൻറ്റ്സുകളിൽ നിന്നുള്ള കാഴ്ചകളും ഒക്കെയാണ്. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.